ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസ് ക്വിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഹാഗിയ സോഫിയ നിർമ്മിച്ചത് എപ്പോഴാണ്? 6-ാം നൂറ്റാണ്ടിലാണ് ഹാഗിയ സോഫിയ നിർമ്മിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഹാഗിയ സോഫിയ ഒരു ചരിത്ര മ്യൂസിയമായി ഡാഷിൽ സംരക്ഷിക്കപ്പെട്ടു. ഉത്തരം തുർക്കി. 3, കോൺസ്റ്റാന്റിനോപ്പോളിൻ്റെ ഇപ്പോഴത്തെ പേര്? ഇസ്താംബൂൾ. 4, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ കീഴടക്കിയത് എപ്പോഴാണ്? 1453. നവോത്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളുടെ പേരെഴുതുക. പെട്രാർക്ക്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പെട്രാർക്ക്. നവോത്ഥാന കാലഘട്ടത്തിലെ മഹാനായ ചിത്രകാരന്മാരിൽ ഒരാളുടെ പേരെഴുതുക. ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രശസ്തമായ 2 ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മോണോലിസയും അവസാനത്തെ അത്താഴവും. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളിലൊന്നിൻ്റെ പേര് നൽകുക. അന്ത്യവിധി. റാഫേലിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നിൻ്റെ പേര് നൽകുക. ഏഥൻസിലെ വിദ്യാലയം അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഏഥൻസ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ആരുടെ സൃഷ്ടിയാണ്? ലോറൻസോ ഗിബർട്ടി. ഗട്ടാമെലീത്ത നിർമ്മിച്ചത് ആരാണ്? ഡൊണാറ്റെലോ. സൗരയൂഥ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. ഭൂമി സൂര്യനെ ചുറ്റുന്നതായി പ്രഖ്യാപിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? 1439 ജോഹന്നാസ് ഗുട്ടൻബർഗ്. മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മാർട്ടിൻ ലൂതർ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. കോഴിക്കോട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? സാമൂതിരി. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ടയും തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. സെൻറ് ആഞ്ചലോ ഫോർട്ട് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ 2 പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവും. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? ഡച്ച് ഗവർണറായ വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകത്തിൻ്റെ വിഷയം എന്താണ്? കേരളത്തിലെ ഔഷധ സസ്യം. വാൻ റീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പൂർത്തിയാക്കിയത് ആരുടെ സഹായത്താലാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തിരുവിതാംകൂർ പരാജയപ്പെടുത്തിയത് എന്ന്? 1741. ഡച്ചുകാരുടെ മറ്റൊരു പേര്? ലന്തക്കാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ്? ഗുജറാത്തിലെ സൂറത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്? 1660. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ ആസ്ഥാനം. ദക്ഷിണേന്ത്യയിൽ
ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളുടെ പരമ്പര അറിയപ്പെട്ടിരുന്നത് ഡേഷ് എന്നാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് എന്ന്? 1757. ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം പിടിച്ചെടുത്തത് എന്ന്? 1764. സൈനിക സഹായ വ്യവസ്ഥ അവതരിപ്പിച്ചത് ആരാണ്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ ആരായിരുന്നു? നഗോഡകൾ. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് എന്ന്? 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്. ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ ട്രെയിൻ എന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? 1853 ഏപ്രിൽ 16. സാന്താൾ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? സിദ്ധുവും കാൻഹുവും. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? 1857. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച ബ്രിട്ടീഷ് സൈന്യത്തിലെ ആദ്യത്തെ ഇന്ത്യൻ സൈനികൻ ആരാണ്? മംഗൾ. ഝാൻസിയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? റാണി ലക്ഷ്മിബായ്. കാൺപൂർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരെ? രാജാറാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് സ്ഥാപകൻ ആരാണ്? ജ്യോതിറാവു ഫുലെ. ആര്യ മഹിളാ സഭയുടെ സ്ഥാപകൻ ആരാണ്? പണ്ഡിത രമാഭായ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആംഗ്ലോ ഓറിയന്റൽ കോളേജിൻ്റെ മറ്റൊരു പ്രശസ്തമായ പേര് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിയത് സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ ആരായിരുന്നു? സ്വാമി വിവേകാനന്ദൻ. തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? WC ബാനർജി. ഡേഷ് മുതലുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു? 1885 മുതൽ 1905 വരെയുള്ള. ബംഗാൾ വിഭജിക്കപ്പെട്ടത് 1905. 1905 ബംഗാളിനെ വിഭജിച്ചത് ആരാണ്? വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് പത്രങ്ങൾ കേസരി, മറാത്ത. ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരാണ്? 1906 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആനി ബെസന്റ്, ബാലഗംഗാധര തിലക്. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തൻ്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആദ്യ യാത്ര ആരംഭിച്ചത് എന്നാണ്? 1492 AD. ആരാണ് ഫെർഡിനൻഡ് മഗല്ലൻ? അദ്ദേഹം ഒരു പോർച്ചുഗീസ് പര്യവേഷകനായിരുന്നു. എപ്പോഴാണ് മഗല്ലനും സംഘവും യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചത്? 1519 സെപ്റ്റംബറിൽ. ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമി തൻ്റെ കടൽ യാത്ര ആരംഭിച്ചത് എന്ന്? 2012. അഭിലാഷ് ടോമി ലോകമെമ്പാടും സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? 2013 മാർച്ച് 31. ആരാണ് ആദ്യത്തെ ഭൂപടം തയ്യാറാക്കിയതായി വിശ്വസിക്കപ്പെടുന്നത്?
ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാണ്ടർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് കാർട്ടോഗ്രാഫ്. രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേര് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ദുരവസ്ഥ എഴുതിയത് ആരാണ്? കുമാരനാശാൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാരെ? സ്വാമി വിവേകാനന്ദൻ. വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് എവിടെ? കൊല്ലം ജില്ലയിലെ പന്മനയിൽ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ അയ്യപ്പൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ആരാണ് ഇങ്ങനെ കുറിച്ചു വെച്ചത്? ശ്രീനാരായണ ഗുരു. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഏതാണ്? ആലുവയിലെ സർവമത സമ്മേളനം. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായത് 1903. അയ്യങ്കാളി അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചത് എന്ന്? 1904. അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന സാധുജന പരിപാലന സംഘം. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ഡേഷ് സഭയിൽ അംഗമായി. ശ്രീമൂലം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ 1893 പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനി. വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതാണ്? മുസ്ലിം, അൽ ഇസ്ലാം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തത് എന്ന്? 1910. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ മറ്റൊരു പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എവിടെയാണ് ജനിച്ചത്? തിരുവല്ലയിലെ ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ശ്രീകുമാര ഗുരുദേവൻ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുകയും പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ.